യുദ്ധം അവസാനിക്കുന്നില്ല. പേർഷ്യൻ ഗൾഫ് മേഖലകളെ കത്തിച്ചുകൊണ്ട് യുദ്ധം അതിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭീകരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യചരിത്രം യുദ്ധങ്ങളുടെ രക്തക്കറകളാൽ നിറഞ്ഞതാണ്. എന്നാൽ ഓരോ യുദ്ധവും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു സത്യമാണ്: യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല, അത് മനുഷ്യരാശിയെ മാത്രം തോൽപ്പിക്കുന്നു. ഇന്നത്തെ ലോകം വീണ്ടും ഒരു വലിയ കാട്ടുതീയിലേക്ക് നീങ്ങുന്നതിന്റെ തെളിവാണ് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം. ഈ യുദ്ധം ഒരു ഭൂപ്രദേശത്തിന്റെ അതിർത്തികളെ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം ഒരു രാഷ്ട്രീയ നീക്കമെന്നതിലുപരി ഒരു ആഗോള ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് ഈ സംഘർഷത്തിന് തുടക്കമായത്. തുടർന്ന് ഇറാൻ ശക്തമായ തിരിച്ചടികളുമായി രംഗത്തെത്തി. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും വഴി ഇസ്രായേൽ നഗരങ്ങളെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ഇന്ന് ഈ യുദ്ധം ഒരു പരിമിത സംഘർഷമല്ല, ഇത് പടർന്നു പിടിക്കുന്ന ഒരു മഹാദുരന്തമായി മാറിക്കഴിഞ്ഞു. തെഹ്റാനിൽ ബോംബ് സ്ഫോടനങ്ങൾ, ലബനനിൽ വ്യോമാക്രമണങ്ങൾ, ഗൾഫ് മേഖലയിൽ മിസൈൽ ആക്രമണങ്ങൾ, ഓരോ ദിവസവും മരണത്തിന്റെ കണക്കുകൾ ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ പോലും ഒരു ആക്രമണത്തിൽ മാത്രം 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനകം യുദ്ധം ജീവൻ നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കറിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല എന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിച്ചതായും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഫലപ്രദമായി തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇസ്രയേലിൽ പലയിടത്തും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയാണ്. യുഎസുമായുള്ള ചർച്ച ഇറാൻ സർക്കാർ തള്ളിയെങ്കിലും നയതന്ത്ര തലത്തിൽ കാര്യമായ നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് സൂചനകൾ. യുഎസുമായി ചർച്ച നടന്നെന്ന പ്രചരണം എണ്ണ ഓഹരി വിപണികളെ സ്വാധീനിക്കാനുള്ള വ്യാജ വാർത്തയാണെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിഫ പ്രതികരിച്ചത്. യുഎസുമായുള്ള ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധി ഖാലിബാഫ് ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖം കാണുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലാണ്. വീടുകൾ അവശിഷ്ടങ്ങളായി മാറുന്നു. കുട്ടികൾക്ക് സ്കൂൾ എന്ന ആശയം പോലും നഷ്ടമാകുന്നു. ആശുപത്രികൾക്ക് പരിക്കേറ്റവരെ കൈകാര്യം ചെയ്യാനാവാതെ വരും. ഒരു രാഷ്ട്രത്തിന്റെ ഭാവി എന്നത് കുട്ടികളാണെങ്കിൽ ഈ യുദ്ധം ആ ഭാവിയെ തന്നെ തകർക്കുകയാണ്. യുദ്ധം നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലായിരിക്കാം, പക്ഷെ അതിന്റെ ചൂട് ലോകമെമ്പാടും അനുഭവപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇതിനിടയിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 15 പോയിന്റ് സമാധാന നിർദ്ദേശം ഇറാൻ തള്ളിക്കളയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു വശത്ത് ബോംബുകൾ പൊട്ടുന്നു. ഈ വൈരുദ്ധ്യമാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം. സമാധാനം സംസാരിക്കുന്നു, പക്ഷേ യുദ്ധം തുടരുന്നു. ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ തെഹ്റാനിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ തിരിച്ചടിയായി അമേരിക്കൻ താവളങ്ങളെയും ഇസ്രായേൽ നഗരങ്ങളെയും ആക്രമിക്കുന്നു. ഇതൊരു പ്രതികാര ചക്രമായി മാറിയിരിക്കുകയാണ്. ഒരാൾ ആക്രമിക്കുമ്പോൾ മറ്റൊരാൾ തിരിച്ചടിക്കുന്നു. ഈ ചക്രത്തിൽ നഷ്ടമാകുന്നത് മനുഷ്യ ജീവിതങ്ങളാണ്. യുദ്ധം ഒരു രാജ്യത്തിന്റെ അഭിമാനമോ സുരക്ഷയോ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നടപടിയാകാം. എന്നാൽ അതിന്റെ ഫലമായി ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് എന്ത് നീതിയാണ്? ഈ ചോദ്യത്തിന് യുദ്ധം ഒരിക്കലും മറുപടി നൽകുന്നില്ല. ഇന്നത്തെ ലോകത്ത് ആണവായുധങ്ങളുടെ ഭീഷണിയും നിലനിൽക്കുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം. വിശകലനങ്ങൾ പ്രകാരം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണെങ്കിലും അതിന്റെ ഭീഷണി തന്നെ മനുഷ്യരാശിക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകം ഒരു വഴിത്തിരിവിലാണ്. ഒരു വഴി യുദ്ധത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു, മറ്റൊരു വഴി സമാധാനത്തിലേക്കും സഹജീവിതത്തിലേക്കും നയിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് നേതാക്കളുടെ മാത്രം കൈകളിലല്ല, അത് മനുഷ്യരാശിയുടെ കൂട്ടായ ഉത്തരവാദിത്വമാവുകയാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ ജയിച്ചവരില്ല, അവശേഷിക്കുന്നത് ശൂന്യതയും നിശബ്ദതയും മാത്രം. ആ നിശബ്ദതയിൽ കേൾക്കുന്നത് ഒരേ ഒരു ശബ്ദമാണ്: മനുഷ്യരാശിയുടെ കരച്ചിൽ.